Welcome to class 12 physics for HSC, CBS and ASC, and this is unit 2, chapter 3 continuation, and today this is the third class from chapter 3. Today's topic is linear, non-linear resistors, linear and non-linear resistors, electrical work or electrical power, and temperature coefficient. These are the topics discussed in this class. അപ്പോൾ ഇത് നമ്മുടെ ചാപ്റ്റർ 3യുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ്. ഇതിനകത്ത് നമ്മൾ ലീനിയർ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്താണെന്ന് പറയും, ഇലക്ട്രിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ എനർജി അവ എന്താണെന്ന് പറയും, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് പറയും. ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലം പറയുന്നതാണ്. അപ്പോൾ ഇത് ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 3 കണ്ടിന്യൂഡ്. So resistors we usually classify into two. One is called linear resistor and other is called non-linear resistor. റെസിസ്റ്ററിനെ പ്രധാനമായിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ലീനിയർ റെസിസ്റ്റർ, നോൺ ലീനിയർ റെസിസ്റ്റർ. എന്താണ് ലീനിയർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ദ റെസിസ്റ്റേഴ്സ് ഹൂസ് വാല്യൂസ് ചേഞ്ചസ് വിത്ത് ഇത് അപ്ലൈഡ് ടെമ്പറേച്ചർ ആൻഡ് വോൾട്ടേജ് ആർ കോൾഡ് ലീനിയർ റെസിസ്റ്റേഴ്സ്. ദ റെസിസ്റ്റേഴ്സ് ഹൂസ് വാല്യൂസ് ചേഞ്ചസ് വിത്ത് ദി അപ്ലൈഡ് ടെമ്പറേച്ചർ and voltage are called linear resistors. അതായത് ചൂടാകുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. അത്തരം വസ്തുക്കളെ നമ്മൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയും. മോസ്റ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ ലീനിയർ റെസിസ്റ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് themselves when current flows through them. There are two basic types of resistors with their linear properties, namely fixed resistors and variable resistors. അതായത് ഈ ലീനിയർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടുമ്പോൾ അതിനകത്ത് കറണ്ട് കൂടും. അപ്പോൾ വി പ്രൊപ്പോർഷണലായി V/R കോൺസ്റ്റൻറ്റ്. ആറ് കോൺസ്റ്റൻറ്റ് വരുന്ന റെസിസ്റ്ററിനെ എല്ലാം നമ്മൾ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയാം. അത്തരം റെസിസ്റ്ററിൽ ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും. ഹൈ വോൾട്ടേജിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ ടെമ്പറേച്ചർ മാറിയാൽ ഒരു ലീനിയർ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. പ്രധാനമായിട്ടും ഓംസ് ലോ അനുസരിക്കുന്ന റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ റെസിസ്റ്റേഴ്സ്. V/R, V/I = കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആ റെസിസ്റ്റേഴ്സിനെ നമ്മൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിരിക്കും. നോക്കിയേ, ഒരു ലീനിയർ റെസിസ്റ്ററിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. എക്സ് ആക്സിൽ നമ്മൾ എക്സ് ആക്സിൽ കറണ്ട് എടുക്കുകയും വൈ ആക്സിൽ വോൾട്ടേജ് എടുക്കുകയും ചെയ്തിട്ട് ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എവിടെയെങ്കിലും കണ്ടാൽ അത് റെസിസ്റ്റൻസും കിട്ടും. റെസിസ്റ്റൻസ്. സോ വാട്ട് ആർ ലീനിയർ റെസിസ്റ്റേഴ്സ്? ദ റെസിസ്റ്റേഴ്സ് ഹൂസ് വാല്യൂസ് ചേഞ്ചസ് വിത്ത് ദി അപ്ലൈഡ് ടെമ്പറേച്ചർ വെച്ച് മാറാം. ആൻഡ് വോൾട്ടേജ് ആർ കോൾഡ് ലീനിയർ റെസിസ്റ്റേഴ്സ്. ഒരു ചെറിയ വേരിയേഷൻ. ദ റെസിസ്റ്റേഴ്സ് ഓംസ് ലോ ഒബേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓംസ് ലോ കൃത്യമായിട്ട് ഒബേ ചെയ്യും. മോസ്റ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ ലീനിയർ റെസിസ്റ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് themselves when a current flows through them. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്താൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഓംസിൽ അനുസരിക്കും. V/I = R ആയിരിക്കും ഇത്ര റെസിസ്റ്ററിൽ. അപ്പോൾ അവയുടെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഈ തരത്തിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. നമ്മളതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അത് റെസിസ്റ്റൻസ് ആയിരിക്കും. സ്ലോപ്പ് R is V/I. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഫിക്സഡ് റെസിസ്റ്റർ. ഈ ലോൺ ലീനിയർ ഇത്തരം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടാത്തത് തന്നെയാണ് നമ്മൾ നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. Non-linear resistors are those types of resistors where the electrical current flowing through it changes with the exchange in applied voltage or temperature and does not change according to Ohm's law. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് അല്ല റെസിസ്റ്റൻസ് മാറുന്നത്. കൃത്യമായിട്ടും ഓംസ് ലോ അനുസരിച്ച് ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത റെസിസ്റ്റേഴ്സിനെ നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയും. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്. അപ്പോൾ നോൺ ലീനിയർ റെസിസ്റ്ററിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ VI ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ അല്ല, അതൊരു കർവായിട്ട് വളഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് ലീനിയർ റെസിസ്റ്ററിൻ്റെ ഗ്രാഫാണ്. നോൺ ലീനിയർ റെസിസ്റ്ററിന് ആ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ അല്ല, അത് വളഞ്ഞു പോകും.
അപ്പോൾ ഇത് മൊത്തം ഓർത്തില്ലെങ്കിലും ഈ ഒരു പോയിന്റ് ഓർത്താൽ മതി. ഇൻ എ ലീനിയർ റെസിസ്റ്റർ ഓംസ് ലോ ഈസ് ഒബൈഡ്. The graph is straight line. In a non-linear resistor, Ohm's law is not obeyed. The graph is not a straight line. It may be a curve. This is the curve. Carbon resistor, nichrome wire are examples of linear resistors. Diodes, valves, gas tubes, valves are examples of linear resistors, non-linear resistors. അതായത് ഈ നിക്രോം വയർ, കാർബൺ റെസിസ്റ്ററിലാണ് നമ്മൾ ലീനിയർ റെസിസ്റ്റർ എന്നും, ഡയോഡ്സ്, പിന്നെ ഗ്യാസ് ട്യൂബ്സ് ഉണ്ട്, അതിന് വാൽവ്സ് എന്ന് പറയും, ഇലക്ട്രോണിക് വാൽവ്സ്. അവ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സുമാണ്. ഒരു സാമ്പിൾ പ്രോബ്ലം കൊടുക്കുകയാണ്, സിമ്പിളായിട്ടുള്ള ഓംസ് ലോ വെച്ചുള്ള പ്രോബ്ലം. എ ബാറ്ററി ഓഫ് 10 വോൾട്ട് കണക്റ്റഡ് ടു എ കണ്ടക്ടർ induce a current of 10 milliampere in the conductor. Find the resistance of the conductor. Ohm's law direct application. The resistance of the conductor is given by the relation V is R is V by I. Given V is 10 volt, I is 10 milliampere. അത് 10 raised to minus 3. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 10 raised to minus 3 ഗുണിക്കണം. അപ്പോൾ 0.01 ആംപിയർ എന്ന് കിട്ടും. 3 പ്ലേസ് മാറ്റിയാൽ മതി. Putting the values inside the in the relation, we get R is V by I, R is 10 by 0.01, that is 1000 ohms. R is 1000 ohms. Answer. Another simple problem. A battery of 200 volts connected to a material introduce a current of 0 milliampere in the conductor. You carefully read. A battery of 200 volt connected to a material induce a current of 0. അപ്പോൾ ഇത്രയും വോൾട്ടുള്ള ഒരു ബാറ്ററി പിടിപ്പിച്ചിട്ടും അവിടെ കറണ്ട് 0. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. എങ്കിലും ആ കണ്ടക്ടർ റെസിസ്റ്റൻസ് പിടിക്കാനാണ്. അപ്പോൾ ബാറ്ററി കൊടുത്തിട്ട് കറണ്ട് 0. അപ്പോൾ ഇതാ റെസിസ്റ്റൻസ് എന്നുള്ളത്. എങ്ങനെയാണ് ചെയ്ത് നോക്കിയേ. ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇസ് ഗിവൺ ബൈ R is equal V by I. Given V is 200 volt, I is 0 ampere, 0 milliampere, 0 ampere. So the relation becomes R is V by I. R is 200 by 0, which is infinity. The resistance is closer to infinity, which means the material is an insulator. അപ്പോൾ തന്നിരിക്കുന്ന മെറ്റീരിയൽ കറണ്ട് കടത്തി വിടാത്തത് ആണ് എന്നുള്ളതിൽ തെളിവാണ് ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക് പവർ എന്താണെന്ന് പറയാം. ഇലക്ട്രിക് പവർ, the rate at which work is done in an electrical circuit is called electric power. ഒരു സെക്കൻഡിൽ എത്രമാത്രം ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യും, അതിനാണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. In other words, electrical power is defined as the rate of the transformed rate of the transfer of energy. Transfer of energy. The electric power is produced by the generator and can also be supplied by the electrical batteries. ഇലക്ട്രിക്കൽ പവർ നമുക്ക് തരുന്നത്, ഇലക്ട്രിക്കൽ എനർജി തരുന്നത് ബാറ്ററിയാണ്, അല്ലെങ്കിൽ ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡൈനാമോ. ഇപ്പോൾ ഡൈനാമോയിൽ നിന്ന് ഇലക്ട്രിക്കൽ പവർ കിട്ടും, അല്ലെങ്കിൽ എനർജി കിട്ടും. ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ കിട്ടും. ഇനി ഇലക്ട്രിക് പവറിൻ്റെ ഒരു കോമൺ ഇക്വേഷനാണ്. ഇലക്ട്രിക്കൽ പവർ ഈസ് ഈക്വൽ വർക്ക് ഡൺ ഇൻ ദി ഇലക്ട്രിക് സർക്യൂട്ട് ബൈ ടൈം. വർക്ക് ഡൺ VI ആണ്, VIT ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ. V വോൾട്ടേജിൽ I കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ T നേരം കടത്തി വിട്ടാൽ അവിടെ പവർ VIT ആണ്. ആ പവറിലെ എനർജി വർക്ക്. ഇഫ് എ കറണ്ട് I is sent through a conductor under a potential V volt for a time T second, electrical work which is also electrical energy VIT. So power is VIT by T, W by T, VI. VI we can also write as IR square or equal V square by R. കാരണം VIയിൽ നമ്മൾ ഐയുടെ വാല്യൂ അല്ലെങ്കിൽ വിയുടെ വാല്യൂ R എന്ന് ഇട്ടാൽ നമുക്ക് IR സ്ക്വയർ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, VRI അല്ലേ,
അപ്പോൾ നമുക്ക് RI സ്ക്വയറേ കിട്ടുള്ളൂ. I സ്ക്വയർ ആറേ കിട്ടുള്ളൂ. IR സ്ക്വയർ അല്ല. IR സ്ക്വയർ തെറ്റ്. I സ്ക്വയർ ആർ എന്ന് കിട്ടും. I സ്ക്വയർ ആർ അതും കറക്റ്റ് ചെയ്യണേ. I സ്ക്വയർ ആർ ബിയുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഐയുടെ സ്ഥാനത്ത് VI ഇട്ടാൽ B സ്ക്വയർ ബൈ ആർ. അപ്പോൾ പവർ ഈസ് ഈക്വൽ VI ഈക്വൽ I സ്ക്വയർ ആർ ഈസ് ഈക്വൽ V സ്ക്വയർ ബൈ ആർ. അങ്ങനെ 3 റിലേഷൻ ഉണ്ട്. Where V is the voltage in volts, I is the current in ampere, R is the resistance in ohm offered by the devices, power devices. T, small t is the time. You have to write a small t is the time, and P is the power measured in watt. ഇപ്പോൾ പവറിന് 3 റിലേഷൻ ഓർക്കുക. VI I സ്ക്വയർഡ് ആർ V സ്ക്വയർ ബൈ ആർ V സ്ക്വയർ ബൈ ആർ. 3 റിലേഷൻ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ, ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഈസ് വാട്ട്. പവർ ഈസ് ഈക്വൽ ടു 1 volt and 1 ampere is equal to 1 watt. 1 watt എന്ന് പറഞ്ഞാൽ 1 volt into 1 ampere ആണ്. Electrical energy is electrical power into time, that is P into T, that is VIT or V squared T by R or I squared RT. In 3 ways we can write electrical energy. Commercial unit of electrical energy, electrical work എന്ന് പറയും. Work and energy are same. Work and energy are same. The commercial unit of measuring electrical energy is the kilowatt hour, kWh. K small letter, W capital letter, H small letter. Kilowatt hour, which is known as the board of trade unit. Board of trade unit, BTU അല്ലെങ്കിൽ BOT എന്ന് പറയും. BOT or BTU അങ്ങനെ പറയും. അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് പവർ അളക്കുന്ന യൂണിറ്റാണ് കിലോ വാട്ട് അവർ. നമ്മൾ വീടുകളിൽ 100 യൂണിറ്റ് കറണ്ടായി എന്ന് പറഞ്ഞാൽ 100 കിലോ വാട്ട് അവർ കറണ്ടായി എന്നാണ് അർത്ഥം. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 1000 to 16 watt second. That is watt second is called joule. That is 1 kilowatt hour is 3.6 into 10 raised to 6 joule. 1 kilowatt hour is 3.6 into 10 raised to 6 into joule or 36 into 10 raised to 5 joule. 1 kilowatt hour is 36 into 10 raised to 5 joule. In that manner also you can study. Now, Joule's law of heating. അതായത് എച്ചിൻ്റെ ഇക്വേഷൻ തന്നെ പറയുന്നതാണ്. H is I squared RT എന്ന് പറഞ്ഞില്ലേ, അതിന് ജൂൾസ് ലോ എന്ന് പറയും. 1 ആംപിയർ കറണ്ട് 6 റെസിസ്റ്റൻസിലൂടെ T സെക്കൻഡ് നേരം കടത്തിവിട്ടാൽ ഉണ്ടാകുന്ന വർക്ക് അത് ഹീറ്റായിട്ട് മാറും. H is I squared RT. Heat produced in a resistor is 1 directly proportional to the square of the current, 2 inversely directly proportional to the resistance and directly proportional to എല്ലാം directly proportional ആണ്. Proportional to the time for which the current flows, that is H is equal to, proportionality constant 1 ആണ്. H is equal to I squared RT joule. പിന്നെ അടുത്തത് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു ലീനിയർ റെസിസ്റ്ററിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ എങ്ങനെയാണ് ഈ വയലുകളുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓർ വി സേ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ മാറിയാൽ മെറ്റാലിക് വയറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ മാറും എന്നുള്ള ഡിസ്കഷൻ. The resistance of a conductor depends on the temperature. For pure metals, good conductor, the resistance increases with temperature. ചൂടാക്കിയ റെസിസ്റ്റൻസ് കണ്ടക്ടർ കൂടും. For small ranges of temperature, the variation is linear, given by the relation RT is R0 into 1 plus alpha T.
അപ്പോൾ ടെമ്പറേച്ചർ മാറ്റിയാൽ എങ്ങനെ റെസിസ്റ്റൻസ് മാറും എന്നുള്ളതിൻ്റെ റിലേഷനാണ്, ബെസ്റ്റ് റിലേഷനാണ് ആർ ടി ഈസ് ആർ സീറോ ഇൻറ്റു 1 + ആൽഫ ടി. R0 resistance at 0 degrees Celsius, RT is a resistance at T degrees Celsius, alpha is a constant called temperature coefficient of resistance. Temperature coefficient of resistance. Where RT is the resistance at T degrees Celsius, R0 is the resistance at 0 degrees Celsius, and alpha is a constant known as temperature coefficient of resistance. അപ്പോൾ ഒരു വസ്തു ചൂടാക്കിയാൽ, ഒരു കണ്ടക്ടർ ചൂടാക്കിയാൽ അത് റെസിസ്റ്റൻസ് എങ്ങനെ മാറും എന്നുള്ളതിൻ്റെ റിലേഷനാണ് ആർ ടി ഈസ് R0 ഇൻറ്റു 1 + ആൽഫ ടി എന്നുള്ളത്. ആൽഫയെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിച്ചാൽ നമ്മളത് ആ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ട്രാൻസ്പോസ് ചെയ്താൽ ആൽഫ ഈസ് ഈക്വൽ ടു R മൈനസ് ഓർ ആർ ടി മൈനസ് R0 ബൈ R0 ടി എന്ന് കിട്ടും. ആർ ടി ആർ എന്ന് വിളിക്കാം. RT minus R0 by R0 T. Therefore, temperature coefficient of resistance is defined as the ratio of increase in resistance to the resistance at 0 degrees Celsius for 1 degree C rise of temperature. The temperature coefficient of resistance is defined as the ratio of increase in resistance of a conductor to its original resistance at 0 degrees Celsius for 1 degree C rise of temperature. Again, if R1 and R2 are the resistances at T1 and T degrees Celsius, ഓർക്കണം ഈ റിലേഷൻ സെൽഷ്യസിനാണ് ശരിയാകുന്നത്. പിന്നെ കെൽവിനിൽ വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല, സെൽഷ്യസിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ രണ്ട് ടെമ്പറേച്ചർ, രണ്ട് റെസിസ്റ്റൻസും വിചാരിക്കുകയാണെങ്കിൽ ഒരേ വയറിന് രണ്ട് ടെമ്പറേച്ചറിൽ രണ്ട് വ്യത്യസ്തമായ റെസിസ്റ്റൻസ് ആയിരിക്കും. അവ കൺസിഡർ ചെയ്യുക. കൺസിഡർ റെസിസ്റ്റൻസ് R1 at T1 and R2 at T2. We can write two equations. R1 is R0 into 1 + alpha T1. R2 is R0 1 + alpha T2. Dividing, we get R1 by R2 is R0 cancels. 1 + alpha T1 by 1 + alpha T2. Rearranging the above relation, we get alpha is R2 minus R1 by R1 T2 minus R2 T1. അപ്പോൾ നമുക്ക് ഈ റിലേഷനകത്ത് R0 ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആൽഫ റിലേഷനകത്ത് ഇവിടെ R0 ഉണ്ട്. ഇത് R0 ഇല്ലാത്ത റിലേഷനാണ്. ഇപ്പോൾ രണ്ട് ടെമ്പറേച്ചറും രണ്ട് റെസിസ്റ്റൻസ് തന്നാൽ, ഇഫ് 2 temperatures and 2 resistance are given, alpha is temperature coefficient of resistance that can be found by the relation alpha is R2 minus R1 by R1 T2 minus R2 T1. ഇനി റെസിസ്റ്റൻസിന് പകരം റെസിസ്റ്റിവിറ്റി എഴുതിയാലും സെയിം ഇക്വേഷൻ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതായത് റോ ഈസ് ഈക്വൽ RA/L. എയും എല്ലും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റോ പ്രൊപ്പോർഷണൽ R ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റിയിലും ഇതേ ഇക്വേഷൻ എഴുതാം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിന് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ റെസിസ്റ്റൻസ് മാത്രമല്ല റെസിസ്റ്റിവിറ്റിയിൽ എഴുതാം. The temperature coefficient alpha can also be calculated by the given equation, where rho is the resistivity at T degree Celsius and rho 0 that at 0 degree Celsius. That is alpha is equal to rho minus rho 0 by rho 0 into T. നമ്മൾ ആറിന് പകരം റോ വിചാരിച്ചാൽ മതി. ആറല്ല റോ എന്ന് ഓർക്കുക. ആർ റെസിസ്റ്റൻസ് ആണ്, റോ റെസിസ്റ്റിവിറ്റി ആണ്. പക്ഷേ ഈ ഫോർമുലയിൽ ആറിന് പകരം റോ എഴുതിയാലും ആൽഫയുടെ വാല്യൂ മാറില്ല. ആൽഫയ്ക്ക് സെയിം വാല്യൂ കിട്ടും. ഒരു സിമ്പിൾ പ്രോബ്ലം കൂടി പറയുകയാണ്. An electric bulb rated for 500 watt and 100 volt is used in a circuit. You will hear the question. An electric bulb rated 500 watt at 100 volt is used in a circuit using 200 volt supply. Calculate the resistance that must be in series with the bulb to run the bulb lamp correctly. അതായത് ഒരു ബൾബിൻ്റെ റേറ്റിംഗ് ഉണ്ട് ഇവിടെ. 100 വോൾട്ട് റേറ്റിംഗ് ആണ്, 500 വാട്ട് അതിന് റേറ്റിംഗ് ആണ്, പവറും വോൾട്ടേജ് തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്നത് 200 വോൾട്ടാണ്. അപ്പോൾ 100 വാട്ടുള്ള ബൾബ് നേരിട്ട് ഗേറ്റ് നമ്മൾ 200 വോൾട്ടിൽ പിടിപ്പിച്ചാൽ 100 വോൾട്ട് ഉള്ള ബൾബ് 200 വോൾട്ടിൽ
പിടിപ്പിച്ച ബൾബ് ഫ്യൂസായി പോകും. അത് ഒഴിവാക്കാനായിട്ട് ഇതുമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രമാത്രം റെസിസ്റ്റൻസ് വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ആർ, അത് നമ്മൾ V²/R വെച്ച് കാണണം. ഇപ്പോൾ 100 2 ബൾബിൻ്റെ ആ വോൾട്ടേജ് എടുക്കണം, ആ റേറ്റിംഗ് എടുക്കണം. വോൾട്ടേജ് റേറ്റിംഗ് 100 2/500, അത് നമുക്ക് 20 ohm എന്ന് കിട്ടും. കറണ്ടിൻ്റെ ബൾബ്, ഇനി കറണ്ടിൻ്റെ ബൾബ് കാരണം I/V/R 100/25 ആംപിയർ. അപ്പോൾ ബൾബിന് താങ്ങാവുന്ന കറണ്ട് 5 ആംപിയറാണ്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കുന്നത് $200 വോൾട്ടാണ്. അപ്പോൾ 200 വോൾട്ട് കഴിഞ്ഞാൽ ഈ നേരത്തെയുള്ള R20 പോരാ ഈ 5 ആമ്പിയർ കിട്ടാനായിട്ട്. അപ്പോൾ ആ 5 ആമ്പിയർ വരണമെങ്കിൽ ആറിൻ്റെ കൂടെ ഒരു R1 കൂടി സീരീസ് ചേർക്കണം. അപ്പോൾ റിലേഷൻ ഇങ്ങനെ വരും. V/R + R1, 5:200/20 + R1, ദാറ്റ് ഈസ് R1 is 20 ohm. അപ്പോൾ അനദർ 20 ohm കൂടി കണക്ട് ചെയ്താൽ മാത്രമേ ഈ ബൾബ് സേഫായിട്ട് ആ സർക്യൂട്ടിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 100 വോൾട്ടിൽ റൺ ചെയ്യുന്ന ബൾബ് എടുത്ത് 200 വോൾട്ടിൽ അതിന് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എക്സ്ട്രാ ഹീറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ 20 ohm കൂടി കണക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഏതാനും ഭാഗത്തിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തരമെല്ലാം മുകളിലുണ്ട്. അപ്പോൾ വായിക്കാം. വാട്ട് ആർ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്? ഗിവ് എക്സാമ്പിൾസ്. നമ്പർ 2, ഗിവ് ദ ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടാമീറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, VI characteristics of linear and non-linear resistors. Number 3, explain electrical power. Give the commercial unit of electrical energy. നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ യൂണിറ്റ് കിലോവാട്ട് അവർ. എക്സ്പ്രസ് 1 kWh in ജൂൾ. അത് നമ്മൾ പറഞ്ഞതാണ് 36 × 10⁵. 1 kWh is equal to 36 × 10⁵ joule. That is the relation. Express kWh in joule. Next question. Explain variation of resistance with the temperature. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം. And that is all with your third lecture on current electricity. Thank you very much.